ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ മാസത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ 22-ാം ദശകത്തിൽ അജാമിളോപാഖ്യാനം വരികൾ സഹിതം പാരായണം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ശ്രുതി സ്മൃതിഭ്യാ വിഹിതാ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നുകൃന്ദതി ദ്വയീം ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. ശ്രുതി സ്മൃതിഭ്യാ വിഹിതാ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള പ്രായശ്ചിത്ത വ്രതാനുഷ്ഠാനം പാപങ്ങളെ നശിപ്പിക്കുമെങ്കിലും പാപവാസന നശിക്കുന്നില്ല. എന്നാൽ ഭഗവത് സേവനം പാപങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല പാപവാസനകളെയും നശിപ്പിക്കുന്നു എന്ന് വിഷ്ണുദൂതർ പറഞ്ഞു. ഇവിടെ അജാമിളൻ നാമജപം കൊണ്ട് പാപവാസനകളെയും നശിപ്പിച്ചിരിക്കുന്നതിനാൽ ദണ്ഡത്തിനൊട്ടും അർഹനല്ല എന്നാണ് അവർ പറഞ്ഞതിനർത്ഥം. ശ്ലോകം 8. അനേന ഭൂജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതീകൃതാ യത് അഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. അനേന ഭൂജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതീകൃതാ യത് അഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. ഹേ യമകിങ്കരന്മാരെ, ഇവൻ കോടാനുകോടി ജന്മങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ കൂടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എങ്ങനെയെന്നാൽ അവൻ മരണസമയത്ത് യമദൂതരെ കണ്ട് ഭയന്ന് നാരായണ നാരായണ എന്ന് തൻ്റെ മകനെയാണ് വിളിച്ചതെങ്കിലും അത് അവിടുത്തെ നാമമന്ത്രമായതിനാൽ അവൻ്റെ പാപം നശിച്ചു. പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഹരിനാമ കീർത്തനം. മരണസമയത്ത് അവൻ ആ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു, അവൻ്റെ പാപമകന്നു. ഇപ്രകാരമാണ് വിഷ്ണു ദൂതന്മാർ യമദൂതന്മാരോട് പറഞ്ഞത്. നമസ്തേ. ശ്ലോകം 9. നൃണാമണുബുദ്ധ്യാപി മുകുന്ദകീർത്തനം ജഗത്യ ഗൗഗാൻ മഹിമാസ്യ താദൃശഃ യദാഗ്നിർ യേദാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. നൃണാമബുദ്ധ്യാപി മുകുന്ദകീർത്തനം ജഗത്യ ഗൗഗാൻ മഹിമാസ്യ താദൃശഃ യദാഗ്നിർയേദാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരീ. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഭഗവത് നാമം ഉച്ചരിക്കുന്നത് പാപഹരമാണ്. ആ നാമോച്ചാരണം തീ വിറകിനെ എരിക്കുന്നത് പോലെയും ഔഷധം രോഗങ്ങളെ നശിപ്പിക്കുന്ന പോലെയുമാണ്. ഹരിനാമ കീർത്തനത്തിൻ്റെ മഹത്വം അത്ര മഹത്തരമാണ്. ഈശ്വരനാമജപം പാപത്തെ നശിപ്പിക്കുന്നതാണ്.
നമസ്തേ. ശ്ലോകം 10. ഇതീരിതൈര്യാമ്യപടരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കാഞ്ചനകാലം ആചരൻ ഭവത്പദം പ്രാപിഭവത്പടൈരസോ. ഇതീരിതൈര്യാമ്യപടർ അപാശ്രിതേ ഭവദ്ഭടാനാം ജഗണേ തിരോഹിതേ ഭവസ്മൃതിം കാഞ്ചനകാലം ആചരൻ ഭവത്പദം പ്രാപി ഭവത്പടൈരസോ. വിഷ്ണുദൂതർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ യമഭടൻ അജാമിളനെ വിട്ട് മടങ്ങിപ്പോയി. യമഭടൻ പോയപ്പോൾ വിഷ്ണുദൂതർ മറഞ്ഞു. പിന്നെ അജാമിളൻ കുറച്ചു കാലം കൂടി ഭവസാഗരത്തിലിറങ്ങാതെ ഭഗവത് ഭജനത്തിൽ കഴിഞ്ഞുകൂടി. ഒടുവിൽ സമയമായപ്പോൾ വിഷ്ണുഭടന്മാർ അജാമിളനെ കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവത് പദത്തിലെത്തിച്ചു. ശ്ലോകം 11. സ്വകിങ്കരാവേദനശങ്കിതോയമഃ ത്വത് അംഘ്രിഭക്തേഷു നഗമൃതാമിതി സ്വകീയവൃത്യാനശിശിഷതുച്ചഗൈഃ സദേവ വാദാലയനാഥ പാഹി മാം. സ്വകിങ്കരാവേദനശങ്കിതോയമഃ ത്വത് അംഘ്രിഭക്തേഷു നഗമൃതാമിതി സ്വകീയവൃത്യാൻ അശിശിഷതുച്ചഗൈഃ സദേവ വാദാലയനാഥ പാഹി മാം. തൻ്റെ കിങ്കരന്മാർ വന്നു പറഞ്ഞ അജാമിളൻ്റെ കഥ കേട്ട യമധർമ്മൻ തൻ്റെ കിങ്കരന്മാരെ പകൽ ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകരുതെന്ന് വിലക്കി. തൻ്റെ കിങ്കരന്മാർ വന്നു പറഞ്ഞ അജാമിളൻ്റെ കഥ കേട്ട യമധർമ്മൻ തൻ്റെ കിങ്കരന്മാരെ ഭഗവത് ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകരുതെന്ന് വിലക്കി. അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, ഇപ്രകാരം കരുണയുള്ള അവിടുന്ന് എന്നെ രക്ഷിക്കണേ. ഇപ്രകാരമുള്ള ഭഗവാന്റെ മഹിമ വർണ്ണിച്ചുകൊണ്ട് കവി തൻ്റെ രോഗം നശിപ്പിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ശ്രീമദ് നാരായണീയ പാരായണം തുടരും. നാളെ ദശകം 23 ദക്ഷചരിതം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.